നമസ്കാരം. ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് പകരക്കാരനെ കണ്ടെത്തിയിരിക്കുകയാണ് കാനഡ. മാർക്ക് കാർണിയാണ് കാനഡയുടെ അടുത്ത പ്രധാനമന്ത്രി. ലിബറൽ പാർട്ടിയുടെ അടുത്ത നേതാവും കാനഡയുടെ 24ാമത് പ്രധാനമന്ത്രിയായി മാർക്ക് കാർണിയെ പാർട്ടി പ്രഖ്യാപിച്ചു. ജസ്റ്റിൻ ട്രൂഡോയുടെ പിൻഗാമിയായി മുൻ ബാങ്ക് ഓഫ് കാനഡ മേധാവി കാനഡയുടെ ഭരണതലപ്പത്ത് എത്തും. പാർട്ടിക്ക് അകത്തും പുറത്തു നിന്നുമുള്ള പ്രതിഷേധം ശക്തമായതോടെ കനേഡിയൻ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതായി ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പുതിയ പ്രധാനമന്ത്രിയെ കണ്ടെത്തുന്നത് വരെ താൻ സ്ഥാനത്ത് തുടരുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പാർട്ടിക്കുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ UK കാനഡ സെൻട്രൽ ബാങ്ക് മുൻ മേധാവിയായി പ്രവർത്തിച്ച മാർക്ക് കാർണിയെ വിജയിച്ചതായി ലിബറൽ പാർട്ടി പ്രസിഡന്റ് സച്ചിത് മെഹ്റ പ്രഖ്യാപിച്ചു. ട്രൂഡോയ്ക്ക് ശേഷം ലിബറൽ പാർട്ടിയുടെ നേതാവാകാൻ സാധ്യതയുള്ളവരിൽ മുൻപന്തിയിലായിരുന്നു കാർണി. 2008 മുതൽ 2013 വരെ ബാങ്ക് ഓഫ് കാനഡയുടെ 8ാമത്തെ ഗവർണറായിട്ടാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുള്ളത്. 2011 മുതൽ 2018 വരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡിന്റെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു. 2008 സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് കാനഡയെ പിടിച്ചു നിൽക്കാൻ സഹായിച്ചതിലൂടെയാണ് കാർണിയ പ്രശസ്തി നേടിയത്. താരിഫ് യുദ്ധവുമായി രംഗത്തിറങ്ങിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിടാൻ ഏറ്റവും വിശ്വസനീയമായ രാഷ്ട്രീയക്കാരനായി ജനം കാർണിയെ അംഗീകരിക്കുന്നുവെന്നും തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നു. ട്രംപിനെ ഹാരി പോട്ടർ ചിത്രത്തിലെ എതിരാളിയായ വോൾഡ് മാർട്ടിനോട് ഉപമിച്ച വ്യക്തി കൂടെയാണ് കാർണി. പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഏകദേശം 85.9% ബാലറ്റുകൾ വോട്ട് നേടിയാണ് ഇദ്ദേഹം ജയിച്ചത്. അദ്ദേഹത്തിന്റെ എതിരാളികളായ ക്രിസ്റ്റ്യ ഫ്ലാൻസിനെ തോൽപ്പിച്ചാണ് ഈ വിജയം നേടിയത്. ലിബറൽ പാർട്ടി കൺവെൻഷനിൽ പ്രസംഗിക്കുന്നതിന് മുൻപ് കാർണിയ അദ്ദേഹത്തിന്റെ മകൾ ക്ലിയോ ക്ലാർണിയ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിച്ചു. ഈ വർഷം ആദ്യമായിരുന്നു ട്രൂഡോ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചത്. പാർട്ടിയുടെ അടുത്ത നേതാവിനെ തെരഞ്ഞെടുത്തതിനു ശേഷമായിരിക്കും രാജിയെന്നും പാർട്ടി നേതൃത്വത്തിൽ നിന്നും പടിയിറങ്ങുകയാണെന്നുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. 2015 താൻ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ സമയത്തേക്കാൾ മികച്ച രാജ്യമാണ് കാനഡ. തന്റെ സർക്കാർ ദാരിദ്ര്യം കുറയ്ക്കുകയും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുകയും ചെയ്തു എന്നും അദ്ദേഹം അന്ന് അവകാശപ്പെട്ടിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.